റോബിൻ രാധാകൃഷ്ണന്റെ കാര്യം സംസാരിക്കാൻ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ ഡോക്ടറിന് ഒരു വ്യക്തിക്ക് ഡോക്ടർ 10-14 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. അദ്ദേഹം വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോവാണ്, 2-3 മാസം മുമ്പുള്ള കാര്യമാണ്. അവരെന്തായാലും എനിക്ക് ഇത്ര കോടി രൂപ ഓഫർ ചെയ്യുമോ, എത്ര കോടിയാണെന്ന് ഞാൻ അവിടെ പറയുന്നില്ല, അത്രയും കോടി രൂപ എനിക്ക് ഇത് തരും, അത് കിട്ടുക ഉടനെ തന്നെ തന്റെ കടങ്ങളും കാര്യങ്ങളും തീർക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞൊരു വോയിസും കാര്യങ്ങളൊക്കെ ചില ആൾക്കാരെ ഇപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് ഇവിടെ വിടാനോ ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ഇലക്ഷൻ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? അത്യാവശ്യം ഫെയിമാണ്. ബിഗ് ബോസ് പോലെ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നല്ല റീച്ചും കാര്യങ്ങളും അത്യാവശ്യം ജനങ്ങളെ ശ്രദ്ധയൊക്കെ പിടിച്ചു. 4 മാസം മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 4 മാസം മുമ്പ് ഞാൻ ആ കാര്യങ്ങളൊക്കെ 4 മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJP പാർട്ടിയുടെ നിന്ന് കിട്ടാൻ പോകുന്നത് 4 കോടി രൂപയാണെന്നാണ് ഈ പറയുന്ന റോബിൻ ആ വ്യക്തിയോട് അന്ന് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും കൂടെ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റോബിന്റെ കേസ് കേട്ടില്ല. റോബിനെ പോലെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കേരളത്തിലില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് കമന്റ് ബോക്സിൽ എൻ്റെ അതുപോലത്തെ തെരുവിളിയായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തന്നെ എന്നോട് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ, ഇപ്പം അവനായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കേസ് കേട്ടുകളും ഇപ്പം ഓരോ വിഷയത്തിൻ്റെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോ തന്നെ എടുത്ത് വെക്കാം. കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ റോബിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ജപ്തി ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അത് സോഷ്യൽ മീഡിയ കണ്ട് ആരോ ഒരാൾ വീഡിയോ ഇട്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് ലേലം വരെ വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീട് ലേലം വെക്കാൻ പോയി. അപ്പം ഞാൻ ആ ഏജന്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. അവർ എന്നോട് ചോദിച്ചു ഇത്ര രൂപ വേണം, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ ചുമ്മാ അറിയാൻ വേണ്ടി മാത്രം നമ്മൾ കറക്റ്റായിട്ടൊക്കെ സംഭവം തിരക്കി. കാരണം സോഷ്യൽ മീഡിയ കൂടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയും. അപ്പം അന്ന് ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ അത് കണ്ടുപിടിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി അന്ന് അതിനെക്കുറിച്ച് അങ്ങ് സംസാരിച്ച്. അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ഈ ആരതിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ ആരതി അത്ര ഓക്കെ അല്ലായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ഈ ആരതി വിളിച്ചിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി അത്ര ഓക്കെ അല്ല, റോബിൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, ആദ്യത്തെ പോലൊന്നുമല്ല റോബിൻ ഒരു പ്രത്യേക രീതിയാണെന്ന് പറയുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ തോന്നുന്നുണ്ട്. ഇതെൻ്റെ 4 മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനകത്ത് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വിഷയം വന്നിട്ട് വലുതായിട്ട് തുടങ്ങിയതിൻ്റെ റീസണും അതൊക്കെ തന്നെ ആയിരുന്നു. കാരണം നമ്മളെത്ര പറഞ്ഞാലും കഥകൾ ഉണ്ടാക്കി പറയുക അത് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എത്ര പറഞ്ഞാലും ഇപ്പം അവർ തന്നെ ഓരോ വീഡിയോസുകളും കാര്യങ്ങളും ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ഒക്കെ കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വോയിസ് ഒക്കെ കേൾക്കാം. എന്താണ് നിങ്ങൾക്ക് റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് തോന്നുന്നത്? റോബിൻ ജെനുവൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തേക്കുക. അറിയാവുന്ന കാര്യങ്ങളാണ് വന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആണ്, ചുമ്മാ വന്നിട്ട് ഒരുത്തിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അറിയുന്ന കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് വോയിസ് കേൾക്കാം. ഞാൻ പ്രഷർ എനിക്ക് ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പറഞ്ഞത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം 10 days ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരു ഒരാഴ്ച 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് വന്ന് ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറയാം എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇലക്ഷന് വേണ്ടി ചെലവിനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല, ഫോണിലൂടെ പറയാൻ പറ്റില്ല, ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പറയാനും പറ്റില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് നീ അത് പറയണമെന്നില്ലടോ. ഞാൻ എന്തിന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെല്ലിപ്പല തെറ്റിട്ടല്ലേ അവൻ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ പൈസ കൊടുത്ത്, എൻ്റെ ഫോണിലോ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവനെ തന്നെ പിന്നെ ഊറ്റുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കോമഡിയാണ്. ഇതൊക്കെ അണ്ണനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, റോബിൻ അണ്ണനെ കൊണ്ട് മാത്രം. ഓ അന്തസ് പറയുന്നത്. ഞാനൊരു പൊളിറ്റീഷ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കാം, പാർട്ടി ഫണ്ട് എങ്ങനെ നിന്റെ കയ്യിൽ വരാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ നമ്മുടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞേ, പാർട്ടി ഫണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ആരുമായിട്ടെന്ന് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇനി ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ബാക്കി കൂടെ കേക്ക്. ഞാൻ ഇവന്റെ പഴയ വീഡിയോയും വേദലക്ഷ്മിയുടെ വീഡിയോയും പിന്നെ വേദലക്ഷ്മിയുടെ കൂട്ടുകാരുടെ വീഡിയോകളൊന്നും വെച്ചിട്ട് സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല. കാരണം ഇപ്പം ഫ്രോഡാണ്, അത് 100% എഴുതി ഒപ്പിട്ട് തരാൻ ഫ്രോഡ് തന്നെയാണ്, ഫ്രോഡാണ്. ഇവൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. അപ്പോൾ അവർക്ക് ഒരു വിശ്വാസം തോന്നുമല്ലോ, അതവൻ പിന്നെയും മുതലാക്കി. പിന്നെ ഓരോ വട്ടം കാശ് ചോദിക്കാൻ നേരത്ത് റോബിൻ ക്യാഷ് ഒക്കെ തരും, അവിടെ ഇന്ന ഡേറ്റ് ഇന്ന സമയം ഇന്ന അത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നൈസായിട്ട് സ്കിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 90,000 ഒരു 70,000 അമ്മയ്ക്ക് വയ്യ, അത് അങ്ങനെയാണ്, ഇന്ന് തന്നാൽ ഞാൻ ഇത്ര രൂപ തിരിച്ചു തരാം, ദേ കിടക്കുന്നത്. ആ പൊട്ടൻ അത് പിന്നെയും വീണ് പോയി. ഇപ്പം ഗതി കെട്ടിട്ടാണ് ഇപ്പോൾ അവർ പല ആൾക്കാരെയും പിടിച്ചിടുകയൊക്കെ ചെയ്തത്. നമുക്കിതൊക്കെ നേരത്തെ അറിയാം. ഇതൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചുമ്മാ അടിച്ച് കഥ ഇറക്കുവാന്നേ പറയത്തുള്ളൂ. ഇന്നെന്ന് പറയുന്നത് March 9. ഇന്ന് തൊട്ട് ഇനിയുള്ള 10 ദിവസം നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, ഈ 9-ാം തീയതിക്ക് ഏത് ദിവസവും ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ 20 വെച്ചു, March 20 വെച്ചു. ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന് തൊട്ട് ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ. 6 ലക്ഷം ഫണ്ട് സെറ്റിലാക്കേണ്ട കാര്യം പറയുമ്പോൾ 6 ലക്ഷം പറയുന്നേ. നിങ്ങൾ പിന്നെ 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷം വേണം ഇന്ന്
ഈ പറഞ്ഞ വാക്കിൽ 10 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ തീർക്കുന്ന പറഞ്ഞേ. 23rd വൈകുന്നേരം 4 ഇനി 2 ആഴ്ച ഞാൻ നിനക്ക് വേണ്ടി കാത്തുത്തിരിക്കണം. ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ട് ഫണ്ട് ഒരു കാര്യം ചെയ്യും. രൂപ ഒരു മിനിറ്റ് അക്കൗണ്ട് ഒക്കെ ഇടാം. നീ ആദ്യത്തെ സംസാരിക്കുക. 6 ലക്ഷം രൂപ എനിക്ക് ആദ്യം നീ സെറ്റിൽ ആക്കണം. അത് സെറ്റിൽ ആക്കാതെ ഞാൻ നിന്നെ വിശ്വസിക്കൂല. എനിക്ക് ഒരു കാര്യം പറയട്ടെ, 6 ലക്ഷം ഞാൻ എനിക്ക് അതിന് എനിക്ക് ഒരു 1 വീക്ക് ടൈം റോബിൻ. ഞാൻ നിന്റെ ഒരു ബേസിക് കാര്യം നിന്നോട് ചോദിച്ചേ. നിന്നെ ഇനി ഒരു പോയിന്റിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ സത്യ റോബിനെ ഞാൻ ഒരു കംപ്ലൈന്റിന് പോലും വിൽക്കാതെ ഞാൻ നിൽക്കാണ്. ഞാൻ സത്യമായിട്ട് പറയാം, എന്നെ കൊണ്ട് കടുക്കായിട്ട് എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി പ്രശ്നത്തിൽ വെച്ചാൽ ഇത് ഭീഷണിയല്ല. കാരണം നീ എന്നെ വ്യക്തിപരമായി പറ്റിച്ച് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് റോബിന്റെ അടുത്ത് പറയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇല്ല ഈ ഇതിന്റെ അപ്പുറം ഈ പറഞ്ഞുകൊണ്ടിരുത്തേ. കാരണം നിനക്ക് ഞാൻ നിന്നോട് പറയാം, നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേക്കെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് 6 ലക്ഷം നീ എന്റെ ലാസ്റ്റ് മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഒരു ദിവസത്തേക്ക് നമ്മൾ മേടിച്ച് പറ്റിച്ച പൈസ നീ വെക്ക്. നില്ല എന്റെ പൊന്നു ബ്രോ, വെള്ളിയാഴ്ച എനിക്ക് 6 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈഡേ ആണ് 6 lakhs ട്രാൻസ്ഫർ, മറ്റൊന്ന് 23rd വെച്ചോ. ഓക്കെ, ഇനി ഇതിലൊരു മാറ്റം. അല്ല എന്ന് വെള്ളിയാഴ്ച എന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കളും 4 ദിവസം നീ എവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നത്? നീ എന്നെ ബോധിപ്പിക്കാൻ എന്റെ പൊന്നു ബ്രോ, എനിക്ക് പല സ്ഥലത്തും ഇപ്പൊ ഫണ്ട് കിട്ടും. പല സ്ഥലത്തും കിട്ടും. ഞാൻ പാർട്ടിക്കാരനാണ്. ഇപ്പൊ അതാദ്യം മനസ്സിലാക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ BJP പാർട്ടിയുടെ അംഗമാണ്. മറ്റന്നാൾ തൊട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. CPM മണ്ഡലല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് നിനക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് പണ്ടുള്ളത് പോലെ അല്ല. ഞാനിപ്പം എനിക്കിപ്പൊ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കോണ്ടാക്ട്സ് ഇപ്പം തമ്മിൽ എന്താ ബന്ധം? എന്നെ സംബന്ധിച്ച് റോബിൻ, എന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയാം? എന്റെ അടുത്ത സ്റ്റെപ്പ് ലീഗൽ മൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് അല്ല റോബിൻ, ഞാൻ ഇപ്പോഴും പറയാം, നിന്നെ ഉപദ്രവിക്കലല്ല എന്റെ കാര്യം. ഇപ്പോഴും നാളെ നിനക്ക് റോബിൻ, ഞാൻ കോടീശ്വരന്മാരെ കാണാത്തല്ലേ. നീ ഒരു MLA ആയാലോ, നീ പാർട്ടിന്റെ പേര് വന്നാലോ, നിനക്ക് ഇതിൽ ബിഗ് ബോസ് കിട്ടിയാലോ, ഇതിൽ നിനക്ക് 100 ആൾക്കാരുടെ ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞാലോ, ഇതൊക്കെ നിനക്ക് കിട്ടിയാൽ നിന്നെ സംബന്ധിച്ച് നല്ലത്. എനിക്ക് അതിലോട്ട് ഒന്നും ഒരു എക്സൈറ്റഡ് അല്ല. പറഞ്ഞോട്ടെ, ഒന്ന് സന്തോഷപരമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കുഞ്ഞു ബ്രോ ഫണ്ടുകൾ വരുന്നുണ്ട്. എനിക്കെന്തറിയോ, എനിക്ക് നിന്റെ പ്രവീൺ എന്ന് പറഞ്ഞ ഈ പ്രവീൺ അടക്കം ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയാം. അപ്പൊ ആരെ കാര്യങ്ങളോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള അതെല്ലാം വരും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മാർക്കറ്റ് നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്റെ പേര് 15-ാം തീയതി 20-ാം തീയതി ആയിരിക്കും നമ്മൾ B+ മണ്ഡലത്തിന്റെ വർച്ചായ പേര് അനൗൺസ് എന്റെ പേര് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാനൊക്കെ കേട്ടതാണ്. പല ആൾക്കാരും അത് അങ്ങോട്ട് പറഞ്ഞ് അത് എന്നേ ഞാൻ കേൾക്കുന്നുണ്ട്. നീ നോക്ക്, നീ ഈ സാധനം ഇടുന്നതിന്റെ മുമ്പേ നിന്നെ രാജീവ് ചന്ദ്രശേഖർ നിന്റെ ഷോൾ ഇടുന്നതിന്റെ മുമ്പേ നിനക്ക് വിഴിഞ്ഞം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആരാ വഴിയാണ് പറഞ്ഞത്. ഒരുത്തരോട് പറയും, അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ ഓരോരുത്തരെ ഡെയിലി വിളിക്കുന്ന കഥകൾ പോലും എനിക്കിത് ഇങ്ങനെ വിളിക്കുമ്പോ എന്നോട് പറയുമ്പോ ഞാനിങ്ങനെ വിളിക്കും. അല്ലല്ല, നീ ആരെ വിളിച്ചാലും എനിക്കതല്ല, ഞാൻ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ വർക്കല നിനക്ക് കിട്ടി. എന്നെ സംബന്ധിച്ച് അത് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്ക് കിട്ടട്ടെ, നിനക്ക് പൈസ വരട്ടെ, എന്റെ പൈസ സെറ്റിൽ ആവട്ടെ. പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. നീ പറഞ്ഞ് പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. പ്രവീണ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങളടുത്താണ് ഈ സംഭവം. റോബിനെ ഒബ്വിയസ്ലി അത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ വരുന്നത്. ഇങ്ങനെ വരാന്നുള്ള പറയുന്നത് ഞാൻ പറയുന്നത് നിനക്ക് എനിക്കിപ്പോ എന്റെ ഫണ്ട് ഇമ്മീഡിയറ്റ് ഞാൻ നിക്കക്കള്ളില്ലാതെ ഞാൻ ബ്രോ ഞാനൊരു കാര്യം എനിക്കിങ്ങനെ നീട്ടാൻ ഈ ഫണ്ട് ഞാൻ പറഞ്ഞേ ആ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് പോവാ. നീ മറ്റുള്ള കാര്യങ്ങൾ നിനക്ക് ഇപ്പൊ BJP നിന്നാണ് നിനക്ക് കോടികൾ കിട്ടിയേക്കും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയം കാര്യമില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? ഇനി എന്ത് വെയിറ്റ്, എവിടെ വെയിറ്റ് ചെയ്യാനോ നീ പറയുന്നത്? ഇനി ഒരു മുന്നോട്ട് എനിക്ക് സ്റ്റെപ്പിനില്ല റോബിനെ. പൊന്നു ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളടുത്ത്. ഇത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് ക്യാഷിന്റെ കാര്യം അതെല്ലാം വരും. ഇനി ആരും വേണ്ട, ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. ആ മീറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയും, കറക്റ്റ് ഒരു ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിന് അത് ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം എനിക്ക് ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടേക്കുക. അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഡേറ്റ് അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ഇലക്ഷൻ കഴിയാനും വിടൂല, ഇലക്ഷന്റെ മുമ്പേക്കും ഞാൻ വിടൂല. നിങ്ങൾക്ക് മനസ്സിലാവില്ല മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കടം കൊടുത്തതാണ്, ഇപ്പം അവന്റെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ. ഇത് എവിടെ നടക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെ നടക്കും?
എനിക്കിപ്പോൾ പഴയ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ എല്ലാ ഇരിപ്പുണ്ട്, ഞാൻ എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് എല്ലാവരും കണ്ട സാധനങ്ങൾ തന്നെ, പിന്നെ കണ്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു വീഡിയോ കൊണ്ടുവച്ചത്. കാരണം പണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് കറക്റ്റായിട്ട് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വീഡിയോ പോലും, നമ്മുടെ ഒരു വീഡിയോ പോലും കാണാതെ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവൻ കള്ളമാണ് പറയുന്നത്. ഇവൻ കള്ളമാണ്, ഇവനെ ആൾക്കാരെ പറ്റിക്കുകയാണ്. റോബിനെ പോലുള്ള ഒരു നല്ലൊരു മനുഷ്യനെക്കുറിച്ച് ഇവന് പറയാൻ എന്ത് യോഗ്യതയുണ്ടെന്ന് വരെ ഇവിടുത്തെ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിലാണ്. ഞാൻ ആദ്യം മറുപടി കൊടുക്കുന്ന അവർക്കൊക്കെയാണ്. നീക്കിത് കണ്ട് മനസ്സിലാക്കുക. ഇനിയും ആരാധിച്ച് ഇവൻ്റെയൊക്കെ കുഴിയിലൊക്കെ ചെന്ന് പോയി പെട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കുറേ എണ്ണം വന്നിട്ട് ഇരുന്ന് മെഴുകുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ ഗൈസ്, ഇനി കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഗൈസ്.